റോളിംഗ് ആക്ഷൻ. ശശി തരൂർ വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിൽ കൃത്യമായ വേർതിരിവ് വന്നിട്ടുണ്ട്. ചേരിതിരിവ്. മല്ലികാർജുൻ ഖാർഗെയും, അതായത് AICCയുടെ ദേശീയ പ്രസിഡന്റും നാഷണൽ പ്രസിഡന്റും സോണിയാഗാന്ധി, കോൺഗ്രസിൻ്റെ ശബ്ദമുള്ള സോണിയാഗാന്ധിക്ക് ശശി തരൂരിനെ പുറത്താക്കണം, എക്സ്പ്ലനേഷൻ ചോദിക്കുക, എക്സ്പ്ലനേഷൻ കൃത്യമല്ലെങ്കിൽ പുറത്താക്കുക. പക്ഷേ KC വേണുഗോപാലിൻ്റെ അഡ്വൈസ് ഉണ്ട്, അങ്ങനെ പുറത്താക്കിയാൽ കേരളത്തിൽ കോൺഗ്രസിന് വലിയ നഷ്ടം വരും, BJP കാര്യങ്ങൾ അടിക്കും. കാരണം ഇവിടുന്ന് പുറത്താക്കിയാൽ രക്തസാക്ഷി പരിവേഷത്തോടുകൂടി കോൺഗ്രസിൽ പോയെന്ന് BJPയിലേക്ക് ശശി തരൂർ പോയാൽ വലിയൊരു സ്പ്ലിറ്റ് കേരളത്തിൽ കോൺഗ്രസിലുണ്ടാകും. കാരണം ഇനി 3ാം തവണയും പിണറായി വിജയൻ വരാനുള്ള സാധ്യതയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു കളി കളിച്ചാൽ ശശി തരൂർ പുറത്ത് പോയാൽ അദ്ദേഹം ഒരു പാർട്ടി അങ്ങനെ രണ്ട് പേടിയുണ്ട്. ഇടയ്ക്ക് ശശി തരൂർ ഒരു കോൺഗ്രസ് ഉണ്ടാക്കുമെന്നുള്ളൊരു ഭയവുമുണ്ട്. അങ്ങനെ ഒരു കോൺഗ്രസ് ഉണ്ടാക്കി ശശി തരൂർ പോയാലും നിലവിലുള്ള കോൺഗ്രസ്സിന് വലിയ പ്രതിസന്ധി ഉണ്ടാകും, ക്ഷീണമുണ്ടാകും. അല്ല BJP പോയാലും ഉണ്ടാകും. BJPയുടെ മുഖമായി നിന്ന് BJPയുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് നിന്നാൽ വലിയ നഷ്ടം കോൺഗ്രസ്സിനുണ്ടാകുമെന്നുള്ളത് KC വേണുഗോപാൽ മണത്തറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് KC വേണുഗോപാലും കേരള നേതൃത്വം നല്ല തമാശ എന്താണെന്ന് പറഞ്ഞാൽ, ഇതുവരെ രാജ്മോഹൻ ഉണ്ണിത്താനും KC വേണുഗോപാലും മുരളീധരനും ഒക്കെയാണ് ശശി തരൂരിനെ തെറി പറഞ്ഞ് പുറത്ത് പോടാ, ഇറങ്ങിപ്പോടാ, പല ഭാഷകൾ ഉപയോഗിച്ച് തെണ്ടി പട്ടി എന്നൊക്കെ പറഞ്ഞ് പറയാതെ പല ഭാഷകൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം തെറി, കാലിവിടെയും മനസ്സവിടെയും ശരീരം ഒരിടത്തും മനസ്സൊരിടത്തും ഒക്കെ നിന്നുകൊണ്ട് എന്തിനടാ നീ ഇങ്ങനെ ജോലിയാണ്, പോടാ വാടാ എന്നൊക്കെ പറഞ്ഞ് വലിയ വിളിയാണ് ഇവരെല്ലാം കൂടി ശശി തരൂരിനെതിരെ വിളിച്ചത്. എന്നാൽ പുറത്താക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവർ പേടിച്ചു പോയി. ശശി തരൂരിനെ പുറത്താക്കാൻ കഴിയില്ല. പുറത്താക്കിയാൽ കോൺഗ്രസിന് വലിയ നഷ്ടം കേരളത്തിലുണ്ടാകും. പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാവുന്നൊരു സാധ്യതയുള്ള സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്നൊരു സമയത്താണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നാൽ തീർച്ചയായിട്ടും ശശി തരൂർ കേരളത്തിൽ നിന്ന് പുറത്തു പോയി പുതിയ പാർട്ടി ഉണ്ടാക്കിയാലും, കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെയൊക്കെ പേരിട്ടുകൊണ്ടൊരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ BJPയിൽ ചേരുകയോ ചെയ്താൽ വലിയ നഷ്ടം കേരളത്തിൽ അതിനെ സംബന്ധിച്ചുണ്ടാകുമെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശശി തരൂർ ഒന്നുകൂടി ശക്തനാവും. ഈ മോഡിക്ക് അനുകൂലമായി പറയുന്നതിൻ്റെ റേറ്റ് കൂട്ടും, അതിൻ്റെ റേഞ്ച് കൂട്ടും. കാരണം ഇനി എന്നൊക്കെ ഒന്നും പേടിക്കാനില്ല, യവരാരും എന്നെ പുറത്താക്കാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് കേരളത്തിൽ വന്ന് തന്നെ മോഡിക്ക് അനുകൂലമായി പരമാവധി പറയാം. അഥവാ ഏതെങ്കിലും തരത്തിൽ യവന്മാർ പുറത്താക്കുകയാണെങ്കിൽ അപ്പുറത്ത് വലിയ ബെർത്ത്, ഫസ്റ്റ് ക്ലാസ്, നല്ല ക്ലാസ് 1 AC ബെർത്ത് തന്നെ ഉറപ്പിക്കണം. അല്ലാതെ സെക്കൻഡ് AC തേർഡ് AC വേണ്ട, ക്യാബിൻ തന്നെ വേണം എന്നുള്ള നിലയിൽ വളരെ വലിയ രീതിയിലാണ് ശശി തരൂർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശശി തരൂരിന് പണിയിക്കാൻ, അങ്ങനെ പണിയുമ്പോൾ അതിന് ഊർജ്ജം കൂട്ടുന്നതാണ് കേരള നേതൃത്വത്തിൻ്റെ തീരുമാനം. അവരെന്തായാലും തീരുമാനിക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നത് ശശി തരൂർ തന്നെത്താൻ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അത്രയും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ, അതേസമയം ഒരു സ്വാധീനം ഉണ്ടാവുള്ളൂ. പക്ഷേ പുറത്താക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശശി തരൂർ ഒന്നുകിൽ പുതിയ പാർട്ടി ഉണ്ടാക്കും, അല്ലെങ്കിൽ ശശി തരൂർ BJPയിലേക്ക് പോകും. രണ്ടായാലും കോൺഗ്രസ്സിന് ക്ഷീണമാണ് എന്നുള്ളതാണ് AICCക്ക് KC വേണുഗോപാൽ വഴി കേരള നേതൃത്വം കൊടുത്തിരിക്കുന്ന ഒരു ഉപദേശം. അതുകൊണ്ട് തൽക്കാലം ശശി തരൂരിനെ തൊടണ്ട. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് ശശി തരൂർ വീണ്ടും കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരനെ പോലെ, ഇടഞ്ഞ കൊമ്പനെ പോലെ, തൃശ്ശൂർ പൂരത്തിലൊക്കെ വരുന്ന ആന ഇടഞ്ഞ കൊമ്പൻ എന്നൊക്കെ പറയില്ലേ, രാമചന്ദ്രൻ എന്നൊക്കെ പറയുന്ന ആനയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ ഇടഞ്ഞ് തന്നെ നിൽക്കും, കൊമ്പെടുത്ത് തന്നെ നിൽക്കും. വലിയ തോതിൽ കോൺഗ്രസ്സിനകത്ത് വെല്ലുവിളി ഉയർത്തി കലാപകാരിയായി തന്നെ നിന്നുകൊണ്ട് മോഡിക്ക് അനുകൂലമായ പ്രസ്താവനകൾ ഇറക്കി ജനങ്ങളെ കൂടെ നിർത്താൻ, മോഡിയോടൊപ്പമുള്ളവരെയും കൂടെ നിർത്തും, കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തെയും കൂടെ നിർത്തി തൻ്റെ ഇമേജ് ഇങ്ങനെ വർദ്ധിപ്പിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കും. എന്നെങ്കിലും പുറത്താക്കുകയോ മറ്റോ ചെയ്താൽ അദ്ദേഹം ഇതിനേക്കാൾ ശക്തനായി തിരിച്ചു വരും എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്തെ ശശി തരൂർ വിഷയം.